കളിതമാശയിൽ ആദ്യത്തെ ഐറ്റം കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കളുടെ വകയാണ്. കാവ്യെന്നോ ചുവപ്പെന്നോ നോക്കാതെ LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ സംഗീതത്തിന് വേണ്ടി മരിക്കുന്നവരാണ് കണ്ണൂരിലെ രാഷ്ട്രീയക്കാർ. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ കൂടുന്നിടത്തൊക്കെ ജനപ്രതിനിധിയായിട്ടുള്ള ഞാനും പോകാം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നമ്മുടെ അഷ്റഫിനോട് പറഞ്ഞു ഞാനും വരാം. പക്ഷെ എൻ്റെ സമ്മതമില്ലാണ്ടാണ് എൻ്റെ ഫോട്ടോ കൂടി ഇട്ടത്. പക്ഷെ അതിലെനിക്ക് വിരോധമൊന്നുമില്ല. എല്ലാവരും പാടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 വരി കവിതയോ അങ്ങനെ എന്തെങ്കിലും ചെല്ലാമെന്നല്ലാതെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അല്ല, അത് പിന്നീട് എല്ലാവരും കഴിഞ്ഞതിന് ശേഷം 2 വരി കവിത പോലും വേണമെന്നില്ല. ടീച്ചറുടെ സാന്നിധ്യം തന്നെ ധാരാളമാണ്. പാടാൻ പണിയില്ലാതെ നടക്കുന്നവരില്ലേ? KP മോഹനനൊക്കെ ഉണ്ടല്ലോ. ലീഡേഴ്സ് ഓർക്കസ്ട്രയെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ MP ശ്രീമതി ടീച്ചർ, മറ്റ് എൻ്റെ ബഹുമാന്യരായ ജനനേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കലാസ്വാദകരെ, സ്നേഹം നിറഞ്ഞവരെ, സുഹൃത്തുക്കൾ, സാധാരണ നിലയിൽ പാടാറില്ല. പക്ഷേ കണ്ണൂരിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കണ്ണൂരിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി ഹാർമണി ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ വെപ്രാളത്തിലായിരുന്നു ഞാൻ. പണ്ട് കോളേജിലുള്ളപ്പോൾ പാടിയൊരു പാട്ട്, അത് പാടാമെന്ന് ഏറ്റിട്ടുമുണ്ട്. 2 ദിവസം പാടി പഠിച്ചതിനു ശേഷമുള്ള പ്രകടനമാണ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചിരിയിലലിയോ ജീവരാഗം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചിരിയിലലിയോ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, ചിരിയിലലിയോ ജീവമേഘം, താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർന്നു, സ്വർണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമോ പകർന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഇടക്കൊന്ന് തോൽപ്പിച്ച് വീട്ടിലിരുത്തിയാൽ ഇങ്ങനെയൊരു ഗുണമുണ്ട്: സാംസ്കാരിക രംഗം പുഷ്ടിപ്പെടും. മാണിക്യവീണയുമായി എന്ന ഗാനം നമ്മുടെ എല്ലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒരുമിച്ച് ആലപിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിതുളർന്നവളെ പാടുകില്ലേ, ഇളമേറ്റുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, ഇളമേറ്റുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ.
എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കണം, എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കണം, എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമേട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മഞ്ഞു കൊടിഞ്ഞല്ലോ, മാമു കൊടിഞ്ഞല്ലോ, പിന്നെയും പമ്പയിൽ വന്നല്ലോ. മഞ്ഞു കൊടിഞ്ഞല്ലോ, മാമു കൊടിഞ്ഞല്ലോ, പിന്നെയും പമ്പയിൽ വന്നല്ലോ. നിൻമുഖത്തെന്നോ മറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണുന്ന. നിൻമുഖത്തെന്നോ മറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണുന്ന. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. ഇനിയൊരു ഒറ്റപ്പാട്ടുണ്ട്. ഒറ്റപ്പാട്ട് പാടുന്നത് സാക്ഷാൽ PR രാമകൃഷ്ണൻ, കണ്ണൂർ കോൺഗ്രസിലെ വിഷാദ ഗായകൻ. ഒരു പാട്ട് മ്യൂസിക് വേണ്ട. വീണ തന്നാൽ പാടാമോ, എല്ലാവരും ഇത് കൈയടിക്കണം. വീണ തന്നാൽ പാടാമോ, മണി വീണ തന്നാൽ പാടാമോ, ചിലങ്ക തന്നാലാടാമോ, കാൽ ചിലങ്ക തന്നാലാടാമോ. വീണ തന്നാൽ പാടാമോ, മണി വീണ തന്നാൽ പാടാമോ, ചിലങ്ക തന്നാലാടാമോ, കാൽ ചിലങ്ക തന്നാലാടാമോ. പാടാമെന്നു പറഞ്ഞവരാരും പാടാൻ നേരത്തു വന്നില്ല. പാടാമെന്നു പറഞ്ഞവരാരും പാടാൻ നേരത്തു വന്നില്ല. ആടാമെന്നു പറഞ്ഞവരാരും ആടാൻ കാലത്തു വന്നില്ല. പാടാമെന്നു പറഞ്ഞവരാരും പാടാൻ നേരത്തു വന്നില്ല. പാടാമെന്നു പറഞ്ഞവരാരും പാടാൻ നേരത്തു വന്നില്ല. ആടാമെന്നു പറഞ്ഞവരാരും ആടാൻ കാലത്തു വന്നില്ല. അതാരൊക്കെയാണെന്ന് പൊളിമിക്സിന് അറിയാം. പാടാമെന്ന് പറഞ്ഞിട്ട് പാടാൻ നേരത്ത് വരാത്തയാൾ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ആടാൻ വരാമെന്ന് പറഞ്ഞയാളുടെ പേര് പറയാൻ പക്ഷേ പൊളിമിക്സിന് ധൈര്യമില്ല. അതിനാൽ ഒരു ഇടവേളയാണ്.